ഹലോ, നമ്മളിന്ന് എക്സസൈസ് 8.1-ലെ 5th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോൾവ് ദാറ്റ് ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ദെൻ ഇറ്റ് ഈസ് എ സ്ക്വയർ. അതായത് ഒരു ക്വാഡ്രിലാറ്ററിനുള്ളിലെ ഡയഗണൽസ് ഈക്വലുമാണ്, അതുപോലെ റൈറ്റ് ആംഗിൾസിൽ ബൈസെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇതിൽ 4th ക്വസ്റ്റ്യനിൽ നമുക്കൊരു സ്ക്വയർ തന്നിട്ട് അതിൽ ഡയഗണൽസ് ഈക്വലും റൈറ്റ് ആംഗിൾസും ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്ത് ഡയഗണൽസ് ഈക്വലും റൈറ്റ് ആംഗിൾസും ആണെങ്കിൽ സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ഫിഗർ വരയ്ക്കാം. നമ്മളിവിടെ ഒരു സ്ക്വയർ വരച്ച് ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതിന് 2 ഡയഗണൽസും വരച്ചിട്ടുണ്ട്, ACയും BDയും. പിന്നെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ 2 ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് O എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഈ ഡയഗണൽസ് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലേ? ഡയഗണൽ AC ഈക്വൽ ടു ഡയഗണൽ BD. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 2 ഡയഗണൽസും ബൈസെക്റ്റ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലാണെന്ന്, അല്ലേ? ബൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മളിവിടെ O എന്നും കൊടുത്തിട്ടുണ്ട്. ഓൾസോ diagonals bisects each other at right angles at O. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ABCD ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? ഈ 2 ഡയഗണൽസ് 90 ഡിഗ്രിയിൽ ബൈസെക്റ്റ് ചെയ്യുന്ന, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഡയഗണൽസ് ഉള്ള ഈ ഒരു ഫിഗർ, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ABCD ഈസ് എ സ്ക്വയർ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ AOB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും അതുപോലെ COD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും, ഈ 2 ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD, ഈ 2 ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? ഇതിൽ ഈ ട്രയാങ്കിളിലെ AO എന്ന സൈഡും അതുപോലെ ഈ ട്രയാങ്കിളിലെ CO എന്ന സൈഡും ഒരേ ഡയഗണൽസിനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? AO ഇസ് ഈക്വൽ ടു CO എന്ന് എഴുതാം, അല്ലേ? അടുത്തത്, ഇതിലെ ഈ OB എന്ന സൈഡും ഇതിലെ ഈ OD എന്ന് പറയുന്ന സൈഡും ഒരേ ഡയഗണൽസിൻ്റെ 2 സൈഡ്സ് ആണ്, അല്ലേ? അപ്പം നമുക്കതിനെ OB ഇസ് ഈക്വൽ ടു OD എന്ന് എഴുതാം. ഇതിലെ ഈ 2 ആംഗിൾസ് നോക്കിക്കേ. ഈ AOB എന്ന് പറയുന്ന ആംഗിളും അതുപോലെ COD എന്ന് പറയുന്ന ഈ ആംഗിളും, ഈ 2 ആംഗിൾസും വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഈക്വൽ ആയിരിക്കും, അല്ലേ? നമുക്ക് ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ COD എന്ന് എഴുതാം. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പം നമുക്ക് 2 സൈഡ്സും ഒരാംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി, അല്ലേ? 2 സൈഡ്സും ഒരാംഗിളും ഈക്വൽ ആണെങ്കിൽ നമ്മളിവിടെ ഒരു കോൺഗ്രുവൻസ് റൂൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? SAS കോൺഗ്രുവൻസ് റൂൾ, അതായത് സൈഡ് ആംഗിൾ സൈഡ് കോൺഗ്രുവൻസ് റൂൾ. ആ റൂൾ വെച്ചിട്ട് നമുക്ക് ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം, അല്ലേ? ട്രയാങ്കിൾ AOB കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ COD. ഏത് റൂളാണ്? SAS കോൺഗ്രുവൻസ് റൂൾ. ഇനി ഇതിൻ്റെ CPCT വെച്ചിട്ട് AB ഇസ് ഈക്വൽ ടു CD എന്ന് പറയത്തില്ലേ? CPCT എന്തായിരുന്നു? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, അല്ലേ? അതായത് 2 കോൺഗ്രുവൻ്റ് ആയ ട്രയാങ്കിൾസിൻ്റെ ബാക്കിയുള്ള ആംഗിൾസും സൈഡ്സും എല്ലാം ഈക്വൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ AB ഇസ് ഈക്വൽ ടു CD എന്ന് പറയാം. AB ഇസ് ഈക്വൽ ടു CD, CPCT. ഇനി അതുപോലെ വേറൊരു ആംഗിളും കൂടി നോക്കാം. ഈ OAB എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ OCD എന്ന് പറയുന്ന ഈ ആംഗിളും, ഈ ആംഗിൾസും കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിലെ 2 ആംഗിൾസ് അല്ലേ? അതുപോലെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് കൂടിയാണ്, അല്ലേ? അപ്പോൾ CPCT വെച്ചിട്ട് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം, അതുപോലെ ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ കേസിലും നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം, അല്ലേ? അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ OAB ഇസ് ഈക്വൽ ടു ആംഗിൾ OCD, CPCT ആൻഡ് ഓൾട്ടർനേറ്റ് ആംഗിൾ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാമല്ലോ. ഈ AB പാരലൽ ടു CD എന്ന് പറയത്തില്ലേ? AB പാരലൽ ടു CD. ഇനി നമുക്കിതിലെ ഈ AOD എന്ന് പറയുന്ന ട്രയാങ്കിളും അതുപോലെ
COD എന്ന് പറയുന്ന ട്രയാങ്കിളും. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്ത് നോക്കാം. ഇൻ ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ COD ഇതിലെന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? ഇതിലും ഈ AOയും OCയും ഈക്വൽ ആണ് അല്ലേ? ഒരു ഡയഗണലിനെ ബൈസെക്ട് ചെയ്തിരിക്കുന്നതാണ്. AO is equal to OC. ഇനി ഇതിലെ ആംഗിൾ AOD ഈ ആംഗിളും അതുപോലെ ആംഗിൾ COD ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ അല്ലേ? ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും റൈറ്റ് ആംഗിൾസ് ആണ് അല്ലേ? 90 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾ AOD is equal to ആംഗിൾ COD 90 ഡിഗ്രി. പിന്നെ ഇതിൽ OD എന്ന് പറയുന്ന സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആണ് അല്ലേ? ഇസ് ഈക്വൽ ടു OD. ഇവിടെ നമുക്ക് രണ്ട് സൈഡ്സും ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും നമുക്ക് SAS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് ഇതിനെ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ലേ? ട്രയാങ്കിൾ AOD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ COD SAS കോൺഗ്രുവൻസ് റൂൾ. അതിൻ്റെ CPCT വെച്ചിട്ട് നമുക്ക് ഈ ADയും CDയും ഈക്വൽ ആണെന്ന് പറയത്തില്ലേ? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് ADയും CDയും അല്ലേ? AD is equal to CD CPCT. ഇവിടെ AB is equal to CD എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ AD is equal to CD എന്നും കിട്ടി. അപ്പോൾ ABയും ADയും CDയോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിതിനെ AB is equal to CD is equal to AD എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ മൂന്ന് സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? AB is equal to CD is equal to AD is equal to BC എന്ന് എഴുതാം. ഇപ്പം നമുക്ക് ഈ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ? സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി ആണോ എന്ന് കൂടി നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ BADയും അതുപോലെ ട്രയാങ്കിൾ ABCയും ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ BAD ആൻഡ് ട്രയാങ്കിൾ ABC ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്താൽ ഇതിലെ ഈ AB എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് AB is equal to AB എന്ന് എഴുതാം. പിന്നെ ഈ AD is equal to BC എന്ന് നമുക്ക് എഴുതാം അല്ലേ? അത് നമ്മളിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് AD is equal to AC എന്ന് എഴുതാം. പിന്നെ ഈ BDയും ACയും ഈക്വൽ ഡയഗണൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് BD is equal to AC എന്നും എഴുതാം. ഇപ്പം നോക്കിയേ, നമുക്ക് ഈക്വൽ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കിട്ടി. മൂന്ന് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ? ഇതേത് കോൺഗ്രുവൻസ് റൂളാണ്? SSS കോൺഗ്രുവൻസ് റൂളാണ് അല്ലേ? സൈഡ് 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 കോൺഗ്രുവൻസ് റൂൾ. അതായത് ട്രയാങ്കിൾ BAD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ABC SSS കോൺഗ്രുവൻസ് റൂൾ. ഇതിൻ്റെ CPCT വെച്ചിട്ട് നമുക്ക് DAB എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ ABC എന്ന് പറയുന്ന ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയത്തില്ലേ? ആംഗിൾ DAB is equal to ആംഗിൾ ABC CPCT. ഇനി ഇതിലെ ഈ രണ്ട് ആംഗിൾസ് കൺസിഡർ ചെയ്താലും നമുക്ക് സെയിം ആണ് കിട്ടുന്നത് അല്ലേ? കാരണം എന്താണ്? ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഈ നാല് സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ BCD ഈക്വൽ ടു ആംഗിൾ CDA ഈക്വൽ ടു ആംഗിൾ DAB ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഇതും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആണെങ്കിൽ ഇതൊരു സ്ക്വയർ ആയിരിക്കും അല്ലേ? സ്ക്വയറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഓൾ സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഈക്വൽ, therefore ABCD is a square, hence proved. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നാൽ അതിൻ്റെ രണ്ട് ഡയഗണൽസും ഈക്വൽ ആണ്, അതുപോലെ അതിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസിലുമാണ്.
അങ്ങനെയാണെങ്കിൽ അതൊരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ AOB എന്ന ട്രയാങ്കിളും COD എന്ന് പറയുന്ന ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്ത് അത് SIS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. അതിലെ CPCT വെച്ച് AB-യും CD-യും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഈ OAB എന്ന് പറയുന്ന ഈ ആംഗിളും OCD എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്തു അല്ലേ. അതുപോലെ AB പാരലൽ ടു CD ആണെന്നും പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ AOD എന്ന ഈ ട്രയാങ്കിളും അതുപോലെ COD എന്ന ഈ ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്ത് ഇതും SIS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതിൽ നിന്നും AD-യും CD-യും ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്തു. പ്രൂവ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി നോക്കിയാൽ നമുക്ക് ഈ AB-യും CD-യും DC-യും AD-യും ഈ 4 സൈഡ്സും ഈക്വൽ ആണെന്ന് കിട്ടും അല്ലേ. ഇനി അതിൻ്റെ ആംഗിൾസും കൂടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ BAD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും അതുപോലെ ABC എന്ന ഈ ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. അതിനെ SSS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. അതിലെ CPCT വെച്ച് ഈ DAB എന്ന ആംഗിളും അതുപോലെ ABC എന്ന ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. അതിൽ നിന്നും നമ്മൾ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്നും പ്രൂവ് ചെയ്തു. എല്ലാ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും അല്ലേ.